ബഹുമാന്യ സദസ്സിന് ശാരിക ആലുവയുടെ സ്നേഹസ്വാഗതം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം, സ്നേഹം താൻ ആനന്ദമാർക്കും. ശാരിക ആലുവ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ശ്രീകൃഷ്ണൻ. നാരായണ എന്ന നാലക്ഷരങ്ങളിൽ നാവിൽ വിളയാടുക സർവകാലം. നാടകമാകുമീ ഭൂവിലെ മാനവജീവനിൽ നാമമായി നാദമായി നിറയേണം. ശത്രുച്ഛൈദൈകമന്ത്രം സകല ഉപനിഷദ്വാക്യ സംപൂജ്യമന്ത്രം സംസാരോദ്ധാരമന്ത്രം സമുചിത സമയേ സർവ നിര്യാണമന്ത്രം സർവ ഐശ്വര്യൈക്യമന്ത്രം വിഷയഭുജഗ സന്ദഷ്ട സന്ദ്രാണമന്ത്രം ജിഹ്വൈ ശ്രീകൃഷ്ണമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. മണിമയ നന്ദകുമാരം നന്ദകുമാരം വന്ദ്യയശോദം. മരതകമണിമയ നന്ദകുമാരം നന്ദകുമാരം വന്ദ്യയശോദം. എടുത്ത് കരയ എന്താ അത്? ഇന്ന് അഷ്ടമി രോഹിണിയല്ലേ, ഭഗവാന്റെ ജന്മനാൾ. എന്റെ മോൻ അച്ഛൻ്റെ ജന്മനാളും ഇന്ന് തന്നെ നമ്പീശ. അതിനാ ഈ കണ്ണീര്? ഇന്നേ ദിവസം തന്നെയാ എൻ്റെ മോൻ ഈ പെറ്റമ്മയെ ഗുരുവായൂർ അമ്പലനടയിൽ തള്ളിയിട്ട് കടന്നു കളഞ്ഞതും. ഈ പട്ടിയും പൂച്ചയൊക്കെ ചാക്കി കെട്ടിക്കളയണ പോലെ ഭഗവാന്റെ തിരുനടയിൽ വെച്ചായിരുന്നു എന്റെ അച്ഛൻ്റെ ചോറുള്ളു. അന്ന് അവൻ ഉടുത്ത കസവുടയാടയായത് ഇപ്പോഴുമുണ്ട് ഈ ഉത്തരീയത്തില്. അവന്റെ ഓമൽ ബാല്യ സുഗന്ധവും കൊഞ്ചലും കുസൃതിയും.
ഇതെന്റെ അച്ചു. കുഞ്ഞുനാളിൽ നിധി പോലെ കൂട്ടിവെച്ച മഞ്ചാടി മണികൾ. പെറ്റുപെരുകുമെന്ന് സ്വപ്നം കണ്ട് പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലിത്തുണ്ട്. ഇതവന്റെ നാവിൽ ആദ്യാക്ഷരം കുറിച്ച പവിത്ര നാരായൺ. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുക. കാത്ത് കരുതി വെക്കാനും ഇടയ്ക്കെടുത്ത് ഓമനിക്കാനും ഇതൊക്കെ ഉള്ളൂ ഈ അമ്മയ്ക്ക്. ആത്മനിർവൃതിയാകുന്ന നന്മകൾ മാത്രമല്ല ഈ ഓർമ്മച്ചപ്പില്. ആത്മപീഡനത്താൽ സ്വയമുരുകാൻ കലയുഗ കാളകൂടവും ഒപ്പം പേര് നടക്കുന്നുണ്ട്. നവകാലത്തിലെ ഈ അമ്മ കൗമാര യൗവനങ്ങളിൽ അവനെ സുബോധത്തിന്റെ വെളിച്ചത്തിൽ നിന്നും ദുർബോധത്തിന്റെ അന്ധകാരത്തിലേക്ക് നിലപ്പതിപ്പിച്ച ലഹരി കുപ്പി. സഹജീവികളുടെ രക്തം ദാഹിച്ച് അവനൊപ്പം കൂടെ കൊണ്ടു നടന്ന കൊലക്കത്തി. ഈ കള്ളനെ അമ്പലനടയിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ എന്റെ മകൻ കിച്ചന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് പോയ മാതൃവാത്സല്യത്തിന്റെ ഭാണ്ഡക്കെട്ട് ഹൃദയം കൊണ്ട് മുലപ്പാലൂട്ടിയ ഈ അമ്മയുടെ സ്വപ്നവും പ്രാർത്ഥനയുമായിരുന്നു എന്റെ അച്ചു. എന്നിട്ടിപ്പോ സുഖഭോഗ തൃഷ്ണകൾക്ക് വേണ്ടി സ്വന്തം ഭാര്യയെയും രണ്ടു പിഴിച്ച കുഞ്ഞുങ്ങളെയും മൃഗീയമായി കൊന്ന് തൂക്കുമരം കാത്തു കിടക്കുന്നു. 10 മാസം ചുമന്ന് പ്രസവിച്ച പൊൻകിനാവ്. എന്നെ പോലെ നിർഭാഗ്യശാപമാതൃത്വം ഉലകത്തിൽ വേറെ ഉണ്ടോ നമ്പീശ? ഉണ്ടോ എന്ന് എത്രയെത്രയോ മാതൃത്വങ്ങൾ, ദുരന്തം പേറുന്ന എത്രയെത്രയോ പരസഹസ്രം രക്തബന്ധങ്ങൾ. കാലമിത് കലിയുഗമാണ് മാതാ. ദ്വാപരയുഗാന്ത്യത്തിന്റെ തുടർച്ച. ദേവശലമേക്ക് പരമനിർവാണം പോകും മാത്രയും ഭഗവാൻ പ്രവചിച്ചിരുന്നു. കലിയുഗാവ് അച്ഛനമ്മമാർ മക്കളെയും മക്കൾ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവിനെയും പതി പത്നിയെയും സഹോദരങ്ങൾ തമ്മിൽ ചതിച്ചും കൊന്നും കൊലവിളിച്ചും മാനവിക ധർമ്മങ്ങളെയും സമത്വ നന്മകളെയും നിഷ്കരണം ലംഘിച്ച് കലാപ കലുഷിതമാകുമ്പോൾ അധാർമിക പാപയുദ്ധത്തിന്റെ കുരുക്ഷേത്രമാകും ഭൂലോകം. ചുടുനിലങ്ങളും കബന്ധങ്ങളും ചിതറിക്കിടക്കുന്ന ശ്മശാന ഭൂവാകും വൻകരയായി. പരിഹാരമായി ഒന്നു മാത്രം, അധർമ്മ വിഗ്രഹത്തിനായി കലിയുഗ അവതാരം എടുക്കണേ എന്ന മഹാപ്രാർത്ഥന. ശ്രീകൃഷ്ണ ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണയാനം വിശുദ്ധിയുടെ ഹൃത്തടത്തിലേക്ക് സപ്തസാഗര ഗരിമയോടെ നമുക്ക് ധ്യാനജപമാക്കാം. ശ്രീകൃഷ്ണ കഥ സരി സാഗരം.
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നമ്മുടെ കുഞ്ഞിന്റെ പിറവി കംസരാജൻ അറിഞ്ഞിരിക്കുമോ ദേവകി? അറിഞ്ഞ നമ്മുടെ ഈ പൊന്നോമന കുഞ്ഞിനെ നിഗ്രഹിക്കാനുള്ള കാലഭാഷകുമാർ അയാൾ കരിങ്കടൽ പോലെ ഇങ്ങനെ ചെത്തുമല്ലോ ദേവദേവന്മാരെ. നിർഭാഗ്യവതിയായ ഞാൻ 8 മക്കളെ പ്രസവിച്ചു. അതിലൊന്നിനെ പോലും വളർത്താനുള്ള ഭാഗ്യം അടിയന് ലഭിച്ചില്ലല്ലോ. കംസന്റെ പാപഹസ്തങ്ങളാൽ പിടിയും മുമ്പേ തള്ളിക്കൊഴിക്കപ്പെടാനാണല്ലോ എന്റെ ഈ താമരപ്പൂ മൈതലിന്റെയും വിധി. നമ്മളെപ്പോലെ നിർഭാഗ്യവാന്മാരായ മാതാപിതാക്കൾ ലോകത്ത് വേറെ ആരുണ്ടായില്ല. പൊന്നോമനയുടെ ചേരുള്ള പുഞ്ചിരി ചിടുങ്ങിക്കരച്ചിലും കേൾക്കാൻ ഭാഗ്യമാണ്. പൂന്തൊട്ടിലിൽ കിടത്തി കൈവിരലുണ്ടെന്ന പൊന്നുണ്ണികളെ താരാട്ടുപാട്ട് പാടി ഉറക്കാൻ വിധിയില്ലാത്ത ഉണ്ണിവയർ നിറയോളം പാലൂട്ടാൻ പോലും അനുവദിക്കാതെ പാദങ്ങളിൽ തൂക്കിയെടുത്ത് നൊന്തുപറ്റ പൈതങ്ങളെ നിലത്തടിച്ചു കൊണ്ടുന്ന കൊടും ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്ന പെറ്റമ്മയാണ് ഞാൻ. മണ്ണിലും വിണ്ണിലും ഒരമ്മയ്ക്ക് വേഗതി വരുത്തരുത്. മോണനാട്ടിൽ പാൽപ്പൊഞ്ചിരിക്കുന്ന ഈ താമരപ്പൂവും ചിതറിത്തെറിഞ്ഞുവല്ലോ. ഇല്ല, അതുകൂടി താങ്ങാനുള്ള ഗതിയില്ല ഈ അമ്മയ്ക്ക്. ഈ ദുരന്ത ദുസ്സഹ ജീവിതം നമ്മൾ ഇനിയും തുടരേണ്ടതില്ല ദേവകി. നമ്മുടെ കുഞ്ഞിന്റെ അവസാന നിലവിളിക്കൊപ്പം നമ്മുടെ ജീവനം നമുക്ക് സ്വയം അവസാനിപ്പിച്ചേക്കും. സ്വയം കത്തി എന്ന പാപഗർഭത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് സജ്ജമാക്കും. സ്വയം ഹത്യക്കല്ല, മഹാജീവനത്തിനായാണ് മാതാപിതാക്കളെ നിങ്ങൾ സജ്ജരാകേണ്ടത്. കംസൻ നമ്മെ വധിക്കയില്ല. പകരം കംസമാതുലനെ നിഗ്രഹിക്കേണ്ടത് നമ്മുടെ ജന്മനിയോഗം.
സംപൂജ്യരായ മാതാപിതാക്കളെ, നിങ്ങളുടെ പുണ്യം കൊണ്ടും പവിത്രമായ തപസ്സിദ്ധി കൊണ്ടുമാണ് നാം നിങ്ങളുടെ പുത്രനായി പിറന്നത്. അത് ഈ ദ്വാപരയുടെ നിയോഗം. പക്ഷേ അവിടുത്തെ പുണ്യാവതാരം തപോപുരനായ കംസന്റെ കാരാഗ്രഹത്തിൽ സംഭവിച്ചല്ലോ ഭഗവാനെ. അതും കൽപ്പിതം. പിതാവേ, നാം ഇപ്പോൾ വിശ്വരൂപത്തിൽ നിന്ന് മുക്തനായി വീണ്ടും മനുഷ്യ ബാലകനാകും. കംസമാതുലന്റെ വരവിന് മുമ്പായി അങ്ങ് നമ്മയും എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് യാത്രയാണ്. അമ്പാടിയിൽ നന്ദഗോപന്റെ സഹധർമ്മി യശോദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ട്. നമ്മെ യശോദയുടെ പൈതൽ എന്ന നിലയിൽ അമ്പാടിയിൽ ചെയ്യിപ്പിച്ചിട്ട് അവരുടെ പൈതലുമായി പിതാവ് ഇവിടേക്ക് തിരിച്ചു ഗമിക്കണം. ഇതും കൽപ്പിത നിയോഗം. മംഗളം ഭവതു. ഭഗവാനെ ഈ മാറത്തടിക്ക് ഞാൻ സഞ്ചരിക്കുന്നത് അടഞ്ഞ വാതായനങ്ങളെല്ലാം താനേ തുറക്കപ്പെട്ടു. ജാഗരൂകരായിരുന്ന കാവൽക്കാരെല്ലാം നിന്ന നെറ്റിൽ ഉറങ്ങിപ്പോയി. ഇവളെ എനിക്ക് സംരക്ഷണ കുടയായത് സാക്ഷാൽ അനന്തനാണ് പ്രിയ. ആകാശത്തു കൂടി അമരന്മാരും ഗന്ധർവന്മാരും കിങ്ങരന്മാരും കിംപുരുഷന്മാരും സഞ്ചരിച്ചു. അവർക്കെല്ലാം മുന്നിൽ സാക്ഷാൽ ശ്രീപരമേശ്വരനും ബ്രഹ്മദേവനും കാവലാളുകളായി. ഇവരും ചേർന്ന് അമ്പരവീതി ഒരു മഹോത്സവമാക്കി മാറ്റുകയായിരുന്നു ദേവകി. പക്ഷേ കാളിന്തി നദിയുടെ തീരത്തെത്തിയപ്പോൾ ഞാൻ വ്യഥയിലായി. ഉലങ്കുത്തിപ്പാഞ്ഞ് ഉരുവിയാണ് കാളിന്തി. എങ്ങനെ മറുകര താണ്ടുമെന്ന ചിന്തയിൽ അത്വപ്രജ്ഞനായി ഞാൻ നിന്നുപോയി. എന്നിട്ട് എങ്ങനെ അങ്ങ് കാളിന്തി നദി അക്കരെ കടന്നു? പുണ്യമന്ദാകിനിയായ കാളിന്തി എനിക്ക് നടക്കാൻ തക്ക വ്യാപ്തി ഇരുവശങ്ങളിലേക്കുമായി മാറി വീതി ഒരുക്കി തന്നു ദേവകി. അപ്പോഴെല്ലാം ഭഗവാൻ എന്റെ മകൻ ഒരു തങ്കപ്പതക്കം പോലെ പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. എന്നെ പോലെ സുഹൃതിയായി ഈ ലോകത്തിൽ വേറെ ആരുണ്ടോ? പറയൂ ദേവകി. ആനന്ദദായകമായ ഈ വർത്തമാനങ്ങൾ ശ്രമിക്കുമ്പോഴും എന്നിൽ വേവതി നിറയുന്നുവല്ലോ പ്രഭു. ബാഹ്യലീനിയായ ഈ പെൺകുഞ്ഞിനെ ഓർത്ത് നമ്മൾ അനുഭവിക്കേണ്ടിയിരുന്ന ദുരിതം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരിക നിരപരാധികളായ നന്ദഗോപനും യശോദയും ഈ പൈതലുമല്ലേ? കംസന്റെ കയ്യാൽ മൃത്യു ഭവിക്കുമല്ലോ ജഗദീശ്വരൻ. പെൺകുഞ്ഞായിരുന്നു ആ ദുഷ്ടൻ ഈ കുഞ്ഞിനെ വധിക്കില്ലായിരുന്നു. അതിനാൽ നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം ദേവൻ.
എവിടെ നീ പ്രസവിച്ച കുഞ്ഞ്? പ്രഭു, ദേവകി പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ്. ഇവിടെ താടി ആ ഹീന ജന്മത്തെ. ഇതൊരു പെൺകുഞ്ഞാണ്. അങ്ങയെ വേട്ടയാടിക്കൊണ്ടിരുന്ന അശരീരി വാക്ക് തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദേവകി പ്രസവിക്കുന്നു, 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്നായിരുന്നല്ലോ അശരീരി വാക്ക്. പക്ഷേ ഇതൊരു പെൺകുഞ്ഞാണ് പ്രഭു. ജ്യേഷ്ഠൻ, ഞാൻ 6 സന്തതികളെ പ്രസവിച്ചു. 6നെയും അങ്ങ് അകാല മൃത്യുവിന് ഇരയാക്കി. 7ാമത്തെ പൈതൽ ഗർഭാശയത്തിൽ വെച്ചേ മൃത്യു വരിച്ചു. ഈ പെൺകുഞ്ഞിനെയെങ്കിലും ഞാൻ വളർത്തിക്കൊള്ളട്ടെ ജ്യേഷ്ഠൻ. നാളിതുവരെ മാതൃഭാഗ്യം അറിയാത്ത ഈ സഹോദരിയോട് ദയവായി കരുണ കാണിക്കൂ ജ്യേഷ്ഠൻ. ജീവനുള്ള മാംസപിണ്ഡത്തെ ബലവാനായി അങ്ങേ കൊല്ലാൻ അബലയായി പെൺകുഞ്ഞിനെ എങ്ങനെ കഴിയാനോ ജ്യേഷ്ഠ? കംസ ഒരിക്കലും ആരും കൊല്ലില്ലെന്ന് അഹങ്കരിച്ചിരുന്ന ദാരികനെ വധിച്ച മഹാകാളിയും ഒരു സ്ത്രീയായിരുന്നു എന്ന മഹാപുരുൾ നീ മറക്കരുത്. ആൺപിറവിയായാലും പെൺപിറവിയായാലും ഹംസരാജൻ നടപ്പാക്കുന്നു മരണവിധി. പ്രവചിച്ച ദുർമരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ നിനക്കാവില്ല. നിന്റെ അന്തകനായ മഹാജഗന്മയൻ ഭൂമിയിൽ അവതാരമെടുത്തു കഴിഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ മരണവിനാഴികൾ എണ്ണി കാത്തിരുന്നുകൊണ്ട് ഹംസാനേ. അങ്ങയുടെ അരിമയായ പൂതൻ അവിടുത്തെ കൽപ്പന കേൾക്കാൻ കാത്തു നിൽക്കും. എല്ലാ വിശേഷങ്ങളും നീ അറിഞ്ഞിരിക്കുമല്ലോ. നമ്മുടെ അന്തകനെ നമ്മുടെ ദേവി സോദരി ജന്മം നൽകിയിരിക്കുന്നു. ആ നരകസന്തതി എവിടെയോ ഉയരാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അജ്ഞാപിച്ചാലും അങ്ങയുടെ ഏതാത്മയും പരാജയമറിയാതെ പാലിക്കാൻ ശക്തിയാണ് ഈ പൂതനയെന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ? തീർച്ചയായും സോദരി പൂതനെ, ഈ 10 ദിനത്തിനുള്ളിൽ ഇവിടെ പിറന്നു വീണിട്ടുള്ള സകല കുഞ്ഞുങ്ങളെയും മോഹിനി വേഷത്തിൽ സഞ്ചരിച്ച് എത്രയും പെട്ടെന്ന് വധിക്കണം. അങ്ങയുടെ കൽപ്പന അടിയൻ ശിരസ വഹിക്കുന്നു. ഞാൻ പ്രച്ഛന്ന വേഷധാരിയായി എല്ലാ ഭവനങ്ങളിലും എത്തി പിറവിയെടുത്ത സമസ്ത സന്തതികളെയും വധിച്ചിട്ട് ഇനി തിരുമനസ്സിന് മുഖം കാണിക്കുകയും. ഇത് പൂതനയുടെ ശബ്ദം. ഇതാ അടിയൻ യാത്രയാവുന്നു.